ഞാൻ അസ്ന. ഞാനിവിടെ ജപ്പാനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ ഡിഫറെൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് PhD സ്റ്റുഡൻസും മാസ്റ്റേഴ്സ് സ്റ്റുഡൻസും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മെക്സ്റ്റ് സ്കോളർഷിപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വലിച്ചു നീട്ടാണ്ട് നമുക്ക് ഡയറക്റ്റ് സബ്ജക്റ്റിലോട്ട് പോവാം. ഓൾറെഡി മെക്സ്റ്റ് സ്കോളർഷിപ്പിൻ്റെ PG പ്രോഗ്രാംസിനും അതുപോലെ തന്നെ PhD പ്രോഗ്രാംസിനും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മെയ് 13 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓൾറെഡി ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് മെക്സ്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റി ഞാൻ വലുതായിട്ടൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല, പക്ഷേ എങ്കിലും കൂടെ ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ തരാം. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സയൻസ്, സ്പോർട്സ്, കൾച്ചർ ആൻഡ് ടെക്നോളജി ഇൻ ജപ്പാൻ ആണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും PhD പ്രോഗ്രാമിനുമാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, അപ്പം അതും ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ PhD പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ മെക്സ്റ്റ് സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയാസ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ മെക്സ്റ്റ് സ്കോളർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ മെക്സ്റ്റ് സ്കോളർഷിപ്പ് വഴി നിങ്ങൾ ജപ്പാനിൽ വന്ന് പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെർ മന്ത് നിങ്ങൾക്ക് 1,44,000 yen നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഓരോ മന്തും കിട്ടുന്നതാണ്. അതും പോരാതെ നിങ്ങൾക്ക് ഇവിടെ വരാനുള്ളതും അതുപോലെ തന്നെ പോവാനുള്ളതുമായിട്ടുള്ള എയർ ഫെയർ ടിക്കറ്റ് പ്രൈസും ആ എക്സ്പെൻസും നിങ്ങൾക്ക് ഗവൺമെന്റ് പേ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമുക്ക് ജപ്പാനിൽ വരാനും അതുപോലെ തന്നെ ആ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ജപ്പാനിൽ തന്നെ നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചൂസ് ചെയ്യാനും ഹെൽപ്പ് ആവുന്ന ഒരു വലിയൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് മെക്സ്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും നല്ലൊരു പ്രോഗ്രാം ആവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ കുറച്ച് ടഫാണ്. ലൈക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഇത്തവണ എത്ര പേരെ സെലക്ട് ചെയ്യും എന്നുള്ളതിൻ്റെ കണക്കൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും കുറച്ച് പേരെ സെലക്ട് ചെയ്യും. അപ്പോൾ അതിലൊരാളാവാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നാണ്. ആദ്യത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നവരെ 35 വയസ്സിന് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഫീൽഡിൽ, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡ് ഓഫ് സ്റ്റഡീസിലും നിങ്ങൾക്ക് മെക്സ്റ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അതിൽ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് ഫീൽഡിലുള്ള സ്റ്റുഡൻസ് ആണ്. അതിലാണ് നിങ്ങൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സിൽ 65% മാർക്കും അതല്ലാത്ത എല്ലാ ഫീൽഡിലെ സ്റ്റുഡൻസിനും 75% മിനിമം മാർക്കും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിങ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ മെക്സ്റ്റ് സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ മെയ് 13 നമുക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 2025 മെയ് 13. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫിൽ ചെയ്തിട്ട് എംബസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു മെയിൽ ID ഉണ്ട്, അതിലോട്ട് നമ്മൾ മെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിലവിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ പ്രിലിമിനറി ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂടെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ ആദ്യത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിഷനിൽ നമ്മൾ സമർപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒരു പ്രിലിമിനറി റിസൾട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് ആ റിസൾട്ടിൽ പേര് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് പിന്നീട് അവർ പറയുന്ന കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ 10th റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ +2 അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിൻ്റെ പ്രൂഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ മെയിനായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ്, അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അയക്കേണ്ട മെയിൽ ID ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ത്യൻ എംബസിയുടെ ആ ഒരു സൈറ്റിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് ഞാൻ ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേര് പ്രിലിമിനറി റിസൾട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ പറഞ്ഞിട്ടുള്ള ആ സപ്പോർട്ടിംഗ്
ഡോക്യുമെന്റ്സ് എംബസിയിലേക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ സെലക്റ്റഡ് ആവുന്ന സ്റ്റുഡൻസിന് റിട്ടൺ എക്സാമിനേഷനും അതുപോലെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൽ ജാപ്പനീസ് എക്സാംസും ഉണ്ട്. അപ്പോൾ ജാപ്പനീസ് എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജാപ്പനീസ് തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്. എന്തായാലും ഒരു ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഒരു മിഡോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും എക്സാം ഡേറ്റ് ഒക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബേസിക് ആയിട്ടുള്ള ജാപ്പനീസ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വലിയൊരു കടമ്പയൊന്നുമല്ല, വലിയ ടഫായിട്ടുള്ള ജാപ്പനീസും അല്ല എക്സാമിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ നോക്കാനാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജാപ്പനീസ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ജാപ്പനീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി ജാപ്പനീസ് ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻസ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതും നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് എന്തായാലും ജാപ്പനീസ് അറിയുമെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി അതില്ലാന്ന് വെച്ച് പ്രശ്നമില്ല, കാരണം അതില്ലാത്തവരും സെലക്ട് ആവാറുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എംബസിയിലേക്ക് ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ റിട്ടൺ എക്സാമിനേഷൻ ഇന്റർവ്യൂ എല്ലാം നടക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് സ്ക്രീനിങ് അതോടുകൂടി എൻഡ് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടിൽ പേരുള്ള സ്റ്റുഡൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംബസിയിൽ നിന്ന് ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു എന്ന് അല്ലെങ്കിൽ അതിലൊരു ഭാഗമായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങൾ എംബസിയിലേക്ക് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സും വെച്ചിട്ട് ജപ്പാനിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് എനിക്ക് ഇവിടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ മെക്സ് സ്കോളർഷിപ്പിൻ്റെ ഫൈനൽ സെലക്ഷനിലും ഞാനൊരു പാർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കിവിടെ പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ മെയിൽ അയക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ ആക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടും ഓരോ യൂണിവേഴ്സിറ്റീസിൽ നിന്നും. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്രൊവിഷണൽ ആക്സെപ്റ്റൻസ് ലെറ്റർ ഓരോ യൂണിവേഴ്സിറ്റീസിൽ നിന്നും കിട്ടുന്നതിനനുസരിച്ചാണ് സെക്കൻഡ് സ്ക്രീനിങ് അല്ലെങ്കിൽ ഫൈനൽ സ്ക്രീനിങ് എംബസി നടത്തുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രൊഫഷണൽ ആക്സെപ്റ്റൻസ് കിട്ടുന്ന കുട്ടികൾക്ക് ഫൈനൽ മെക്സ്റ്റ് സ്കോളർഷിപ്പിന്റെ ഭാഗമാവാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാം അല്ലെങ്കിൽ PhD ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ട് മെക്സ്റ്റ് സ്കോളർഷിപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിലവിൽ മെക്സ്റ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ ഡേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മെക്സ്റ്റ് സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞത്. ഇനി അതല്ലാണ്ടെയും ഒരുപാട് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഒരുപാട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ജപ്പാനിലുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പിന്റെയും ഭാഗമാവാണ്ട് ഫീ കൊടുക്കാൻ പറ്റും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ജപ്പാൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാലറി റേഞ്ച് ഇതിനെ പറ്റിയിട്ടൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ജാപ്പനീസ് കമ്പനീസിൽ അല്ലെങ്കിൽ കുറേ MNCസിൽ ജപ്പാനിലുള്ള MNCസിൽ ഒരു പോളിസി ഉണ്ട്. അതായത് മാസ്റ്റേഴ്സ് ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഇവിടെ പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കാണ് ഒരു പരിധി വരെ അവർക്ക് കുറച്ച് സീറ്റ്സ് ഉണ്ട് ഓരോ കമ്പനീസിൽ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലിരുന്നു കൊണ്ട് ജപ്പാനിലോട്ട് ജോബ് നോക്കുന്ന ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാനും അതുപോലെ തന്നെ പഠിക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി സ്കോളർഷിപ്പിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു ചിലവില്ലാണ്ട് നമുക്ക് വന്ന് പഠിക്കാം. അതല്ല ഇനി പൈസ കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുത്ത് അങ്ങനെ വരുവാണെങ്കിലും നമുക്കിങ്ങനെ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ പല ജോബ് സൈറ്റുകളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് ഇന്ത്യയിലെ പല കോളേജസിലും എസ്പെഷ്യലി കേരളത്തിൽ പോലും ഉണ്ട്. അതായത് ഓരോ ജാപ്പനീസ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ജപ്പാൻ ഗവൺമെൻറ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസുമായിട്ട് കുറേ MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും കുറച്ച് കേരളത്തിലെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലുള്ള സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ നിന്നും ജപ്പാനിലോട്ട് ജപ്പാൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസോ കൊണ്ടുവന്ന് പഠിപ്പിക്കും. ഒരു ഷോർട്ട് പീരീഡ് ആയിരിക്കും, ചിലപ്പോൾ 1 year ആയിരിക്കാം, ചിലപ്പോൾ 2 year ആയിരിക്കും. അപ്പോൾ അങ്ങനെ MOUs സൈൻ ചെയ്ത യൂണിവേഴ്സിറ്റീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ചേർന്ന് പഠിക്കാം, അല്ലെങ്കിൽ അവിടെ എക്സൽ ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് ജപ്പാനിലോട്ട് വരാം. ഓക്കെ, ഇനി വേറൊരു പ്രോഗ്രാം എനിക്ക് പറയാനുള്ളത് ADB സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. ജപ്പാൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ADB സ്കോളർഷിപ്പ് പ്രോഗ്രാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആൾ ഇപ്പം ജോലിക്ക് കയറിയപ്പം ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 3 years ഓഫ് എക്സ്പീരിയൻസ് നാട്ടിലെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ADB സ്കോളർഷിപ്പിൻ്റെ ഭാഗമാവും. അതിന് വർക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്കും മാസ്റ്റേഴ്സ് ആ രീതിയിലും ജപ്പാനിൽ വന്നിട്ട് ചെയ്യാവുന്നതാണ്. അതും കംപ്ലീറ്റ്ലി ഫണ്ടഡ് ആണ്.
ഒരു ചിലവും നമുക്കില്ലാത്ത പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മെക്സ്റ്റ് സ്കോളർഷിപ്പ് എന്താണെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മെക്സ്റ്റ് സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ്റെ അവസാനത്തെ ഡേറ്റ് മെയ് 13 അപ്പോൾ എത്രയും എളുപ്പം തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, മെക്സ്റ്റ് സ്കോളർഷിപ്പിൻ്റെ ഭാഗമാവുക, ജപ്പാനിലോട്ട് വരിക, പഠിക്കുക, നല്ല ജോലി വാങ്ങി ഇവിടെ സെറ്റിൽ ആവുകയാണെങ്കിൽ സെറ്റിൽ ആവാം, അതല്ലെങ്കിൽ നാട്ടിലോട്ട് പോകണമെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് പോകാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, എത്ര എളുപ്പം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബൈ, ചമത്ത.